കലോത്സവം നടക്കുമ്പോൾ ആ നഗരത്തിന്റെ മേയർ പല റോളുകളിൽ രംഗത്തുണ്ടാകും. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റോളിലായാലോ കണ്ടുനോക്കാം. വേദിയൊന്നിൽ സംഘനൃത്തം പുരോഗമിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ നിരവധിയായിട്ടുള്ള കാണികളാണ് ഈ സംഘനൃത്തം വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാം. തിരുവനന്തപുരത്ത് ഈ കലോത്സവം വന്നതിൻ്റെ ഒരു അനുഭവം എന്താണ്? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉത്സവമായി മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മിക്ക സ്റ്റേജുകളിലും ഞാൻ പോയി, എല്ലായിടവും നല്ല പോലുള്ള പരിപാടികൾ നടക്കുന്നു. ഭക്ഷണം അടിപൊളിയായിട്ട് നടന്നു വരുന്നുണ്ട്. പുത്തരിക്കണ്ടം മൈതാനിയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ടാഗോറിൽ പോയി, നിശാഗന്ധിയിൽ പോയി. തിരുവനന്തപുരത്ത് വന്നിട്ട് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കുട്ടികൾക്ക് തിരുവനന്തപുരം കാണാനും, കാരണം കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം കോഴിക്കോട്, കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ എൻ്റെ സ്വന്തം തട്ടത്തിൽ എൻ്റെ കുട്ടികളെയും കൊണ്ടുവന്ന് ഈ പ്രോഗ്രാമൊക്കെ ഗംഭീരമാക്കാൻ. ഏത് ഇനത്തിലാണ് അവർ പങ്കെടുത്തത്? ഞങ്ങൾക്ക് നാടകം, പളിയ നൃത്തം, പടി നൃത്തം, ഇരുള നൃത്തം. അപ്പോൾ തദ്ദേശീയ ജനങ്ങളുടെ അവരുടെ കലാരൂപമുണ്ട്. MR സ്കൂളാണ്. അപ്പോൾ സംഘനൃത്തം കണ്ടിട്ട് എങ്ങനെയുണ്ട്? ആദ്യത്തേത് നല്ല മനോഹരമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇതിന് മുൻപുള്ള മറ്റ് ഇനങ്ങളൊക്കെ കണ്ടോ? മോഹിനിയാട്ടം കണ്ടിരുന്നു, 1-2 കണ്ടു, നല്ല ഇഷ്ടപ്പെട്ടു. നന്നായി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ അധ്യാപകരാണെന്ന് തോന്നുന്നു, ഒരുപാട് പേർ കാണികളായി ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല അനുഭവമായിരുന്നു. നല്ല മോഹിനിയാട്ടങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. നല്ല രസമായിരുന്നു. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഇവിടെ നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മത്സരം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഒന്ന് ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. അയ്യോ സത്യം. അല്ല, രാവിലെ നമ്മൾ കുട്ടികളുടെ മോഹിനിയാട്ടം, അതെ, അതിനു മുൻപ് നല്ലതായിരുന്നു. അതിന് മുമ്പുള്ള ഈ സ്വാഗത നൃത്തം ഉണ്ടല്ലോ, അത് തന്നെ സൂപ്പറായിരുന്നു. എല്ലാം ഭയങ്കര, ഓരോ ദിവസം കഴിയുന്തോറും കുട്ടികളങ്ങ് മിടുക്കരായി വരുവാണ്. എനിക്കൊന്ന് എൻ്റെ 14ാമത്തെ കലോത്സവമായത്. കാരണം ഇതൊരു ഭയങ്കര വൈബാണ്, വേറൊരിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സന്തോഷം ചോർന്നു പോകാതിരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സന്തോഷം, കണ്ടതിൽ സന്തോഷം. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള കാണികളാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് പേർ ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേർ ഇവിടെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, മത്സരാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടങ്ങുന്ന സംഘമുണ്ട്, പ്രേക്ഷകരായി നിരവധി പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കലോത്സവം വളരെ മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. നമുക്ക് ഇനി തുടർന്ന് ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ അവസാനമായി വേദിയിൽ സംഘനൃത്തം കളിച്ച വിദ്യാർത്ഥിനികളെല്ലാം ചേരുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തുകൊണ്ട് അനുഭവങ്ങളൊക്കെ? വന്ന് നേരെ കലോത്സവത്തിലേക്ക്. ഇനി ഇന്ന് തന്നെ തിരിച്ചു പോവാണോ? തിരുവനന്തപുരം മൊത്തം കാണണം കേട്ടോ. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണണം. ഇവിടെ ഒരുപാട് വേദികളുണ്ട്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ 25 വേദികളുണ്ട്. സംഘനൃത്തം പോലെ തന്നെ ആവേശം ഉള്ള ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന വേദികളുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലേ? കഴിഞ്ഞാൽ ഇനി അടുത്ത റിസൾട്ടാണ്. അപ്പോൾ കലോത്സവം പൊളിയല്ലേ? അപ്പോൾ കലോത്സവത്തിലെ ഗ്ലാമർ ഇനമായ സംഘനൃത്തം ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മൾ കണ്ടതുപോലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയാണ് ഓരോ മത്സരാർത്ഥികളും ഇവിടെ സംഘനൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിൻ്റെ 1ാം വേദിയായ MG നിളയിൽ നിന്നും ക്യാമറമാൻ RK കുമാറിനോടൊപ്പം ആര്യ രാജേന്ദ്രൻ, കൈരളി TV, തിരുവനന്തപുരം.